മനസ്സിന്റെ ജാലകവും തുറന്നപ്പോ മൗനത്തിന് എത്ര അർത്ഥതലങ്ങൾ. ഇനി ഞാൻ കാത്തിരിക്കും ഉത്തരയുടെ പുതിയ കവിതകൾക്കായി. എഴുതണം ഇനി. നല്ല ചേർച്ച. ഏന് വേണ്ട, ഇതൊക്കെ ഇട്ടുണ്ട് ഞാൻ വരില്ല എങ്ങോട്ടായാലും. അത് ശരി. ഈ വേഷത്തിലെങ്ങാനും എന്റെ അമ്മച്ചി തന്നെ കണ്ടാലുണ്ടല്ലോ നല്ല ശേലായി എന്ന് പറഞ്ഞ അമ്മച്ചിയും പെങ്ങളെ അങ്ങ് കണ്ടുപിടിച്ച പോലാണല്ലോ. കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചു തന്നെ കൂട്ടിക്കും. എന്നെ കെട്ടാൻ അമ്മച്ചി സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്റെ അമ്മച്ചി ഒരു പാവ. തമാശയ്ക്ക് പോലും നീ അവരെ വേദനിപ്പിക്കരുത്. ഇല്ല, എന്റെ ടോമിയുടെ അമ്മച്ചിയല്ലേ, ഞാൻ പൊന്നു പോലെ നോക്കും. എന്റെ മക്കളെ റോയി ഇവിടെ വാ. അതെരിപ്പോ കുഞ്ഞോമാച്ചേ, കുട്ടികൾക്ക് അവരുടെ ചാച്ചൻ വേണം. പാപ്പച്ചിക്ക് നിങ്ങളെല്ലാരെയും. കഴിഞ്ഞതെല്ലാം മറന്ന് നന്നായാൽ അവന് കൊള്ളാം. എടാ, ഇനി ഇങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ ഇല്ല ഇല്ല അപ്പച്ച ക്ഷമിക്കാം. മതി 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 മതി. അവന്റെ കോലുപിടുത്തം. കരയാതെ ഓമനെ. അല്ല എന്റെ ഓമനെ അമ്മണി, നിന്നാണ് എന്നാണ്. ഞാൻ ഇനി ഒരടിവാരത്തേക്കും പോവില്ല. നിന്റെ ശരീരം ഒരുപാട് ക്ഷീണിച്ചല്ലോടി. ഏതു മറ്റവനാടാ എന്റെ വിത്തും നെല്ലും ഒക്കെ എടുത്ത് പുറത്തിട്ടത്? ആ ഞാനാ. വേഗം എടുത്ത് മാറ്റിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എടുത്ത് വീതിച്ചു കൊടുക്കും. എങ്കിൽ അതൊന്ന് കാണണം. കാണാനൊന്നുമില്ല. സർക്കാരിന് വാടകയ്ക്ക് തന്നിട്ടുള്ള ഓഫീസ് നിങ്ങളുടെ സ്വകാര്യ മുതൽ സൂക്ഷിക്കാനുള്ളതല്ല. എടുത്തു മാറ്റാൻ 1 മാസത്തെ അവധി തന്നല്ലോ, നിങ്ങളെടുത്ത് മാറ്റിയോ? എടാ പുല്ല്, നീ വേണ്ടതോ മാറ്റാ. എടോ കൃഷി ഓഫീസറെ, ഞങ്ങൾക്കിട്ട് ഞൊട്ടിയിട്ട് താനിവിടുന്ന് മിടുക്കനായിട്ട് പോവാന്ന് കരുതണ്ട. ഒന്നുറങ്ങിയാലേ രാത്രി തീരത്തില്ല. നമുക്ക് കാണാം. വാടാ. ഓ സാറെന്താ ഒന്നും മിണ്ടാതെ അവന്മാര് പറയുന്നത് കേട്ടങ്ങനെ നിന്ന് കളഞ്ഞത്? ഞാൻ വിചാരിച്ച അവന്റെ പല്ലടിച്ച് താഴെ ഇടുന്നു. എന്റെ ശങ്കരേട്ടാ, ഞാൻ ഇതുപോലെ ഒത്തിരി എണ്ണത്തിന്റെ പല്ലടിച്ച് കൊഴിച്ചാ ഇങ്ങോട്ട് പോന്നത്. അടിച്ചും തൊഴിച്ചും മതിയായി, മടുത്തു. അതുകൊണ്ടായി മലമൂട്ടിലോട്ട് പോന്നത്. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വന്ന എന്താ തല്ലാന മറ്റാണോ? ശിവേട്ടൻ എന്തിനാ വെറുതെ തൊമ്മിച്ചോടും മക്കളുടെ ഒക്കെ വർത്തമാനത്തിന് പോയത്? ഒരു ജാതി മനുഷ്യന്മാരാ അവരൊക്കെ. എന്താ 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 വിളിച്ചത്? ശിവേട്ടാന്ന്. ശിവേട്ടനൊക്കെ നായന്മാരല്ലേ, ഞാനും നായരാ. എന്നെ കണ്ട കടിച്ചു കയറാൻ വരുന്ന താനെന്താ ഒരു സോപ്പിടിയിലുമായിട്ട്? പുതിയ പരിപാടിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാ? എന്നും ഇങ്ങനെ കടിച്ചിറങ്ങുന്ന ശരിയാവോ? സാറിന് ഇല്ലത്തെ ഗിരിജയായിട്ട് പ്രേമമാണല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ല, താളുവാ. നാട്ടിൽ കവിത എഴുതുന്നൊരു കുട്ടിയെ സാർ പ്രേമിച്ചിരുന്നോ? ആ കുട്ടി മരിച്ചുപോയി അല്ലേ? ഇവിടെ വന്ന് ഗിരിജ തമ്പുരാട്ടിയെ കണ്ടപ്പോ ചത്തുപോയി ആ കുട്ടിയെ പോലെ ഇരിക്കണോണ്ട് തമ്പുരാട്ടിയെ. ഗിരിജയും കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എഴുതിയ ആള് തന്നെ വായിക്കുന്നതാണ് അതിന്റെ ഒരു ശരി. വായിച്ചു, ധൈര്യമായിട്ട് വായിച്ചു. ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടിനീലങ്കിളി ചെങ്ങാലിപ്പങ്കിളി കൂടുമിട്ടിങ്ങോട്ട് പോരാ. നിർത്ത്. ഈ കവിത ഗിരിജ തന്നെ എഴുതിയാണ് ഒറ്റയ്ക്ക്. ഗിരിജയ്ക്ക് വയലാർ രാമവർമ്മ എന്നൊരു പേര് കൂടിയുണ്ടോ? ഈ കവിത ഗിരിജയുടെ പ്രായത്തിൽ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. ഇവിടെ വന്ന് ഗിരിജയുടെ കുസൃതിയും കുറുമ്പൊക്കെ കണ്ടപ്പോ ആ മായ തന്നെയാണെന്ന് ഓർത്തുപോയി. അങ്ങനെ ഞാൻ മായയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഗിരിജയെ സ്നേഹിക്കാൻ തുടങ്ങി. മായ എനിക്ക് എന്റെ അനുജത്തിയായിരുന്നു. ഗിരിജയും എനിക്ക് എന്റെ അനിയത്തിയായി കണ്ടൂടെ? ആരാ പറഞ്ഞ ഗിരിജയ്ക്ക് ആരുമില്ലാന്ന്? ഉത്തരയിടത്തി, രാധയിടത്തി, വലിയ മാമ, പിന്നിപ്പോ ഏട്ടനായിട്ട് ഞാനും. പോരെ, ചെല്ല.
നനയണു. കാലത്തെടുക്കാൻ എടുത്തി. നീ അവിടെ കിടന്നോ, ഞാൻ എന്റെ തുണി മാത്രമേ എടുക്കൂ. ഒന്നും കരുതിക്കൂട്ടിയായിരുന്നില്ല, സംഭവിച്ചുപോയി. ഇന്നലെ പറയാൻ മറന്നുപോയ ഒരു കാര്യം, എനിക്ക് ഉത്തരേ വേണം. എന്നോടൊപ്പം മരണം വരെ. ഒരു താഴ്ന്ന ജാതിക്കാരന്റെ ഭാര്യയാവാൻ മടിയില്ലെങ്കിൽ ഒരുങ്ങിക്കോളൂ. വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു താലികെട്ടിന്. നിന്റെ കെട്ടിയവന് തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇല്ലാത്ത കാശുണ്ടാക്കി 3 വട്ടം പാലക്കാട്ട് കൊണ്ടുപോയി തളവും വെച്ച് കരണ്ട് പിടിപ്പിച്ചോന്ന്. എല്ലാം ഭേദമായി കൊണ്ടുവന്നതാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ കണ്ണും തിരിഞ്ഞ പിന്നെ അങ്ങനെ തബലകൊട്ട് തുടങ്ങും. ഡോക്ടർമാരോട് ചോദിച്ചിട്ടും വൈദ്യന്മാരോട് ചോദിച്ചിട്ടും കാരണം അറിഞ്ഞില്ല. പിന്നെ എന്റെ പിള്ളേരുടെയും ഗുരുത്വം കൊണ്ടും എന്റെ കണ്ണുദൃഷ്ടിയിൽ പെട്ടോണ്ട് മാത്രമാ കാര്യം പിടികിട്ടിയത്. എത്ര ഭേദമായിട്ട് വന്നാലും ഇതിയാനെ കണ്ട എന്റെ കെട്ടി എന്റെ മട്ടങ്ങ് മാറും. പിന്നെ എന്നെയും വേണ്ട, കുട്ടികളെയും വേണ്ട, തവല മാത്രം മതി. എന്നാ പിന്നെ തവലെടുത്ത് അങ്ങ് തല്ലി പൊളിച്ച് കളഞ്ഞാ പോരെ? ഒരു വട്ടം എടുത്തു മാറ്റിയതാ. തവല കിട്ടാഞ്ഞപ്പോ കൈ കിട്ടുന്നൊക്കെ എടുത്തു കൊട്ടി തുടങ്ങി. പാവത്തിന്റെ കൈ വേദനിക്കണ്ടെന്ന് കരുതി തവല വീണ്ടും എടുത്തു കൊടുത്തു. അത് എന്റെ പോലെ പോലെ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഓളെ കെട്ടിയവനെ ചികിത്സിച്ച് ഭേദാക്ക, അല്ലെങ്കിൽ ലോക്കും കുട്ടിയും ചെലവിന് കൊടുക്കുക. അതല്ല ഇതിന്റെ ന്യായം. ചെലവിന് കൊടുക്കാനോ? അതെന്താ ഇവനൊക്കെ വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടോ? ഇതിലും ഭേദം അതായിരുന്നു. അടിക്കാൻ വെറുതെ നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ എന്തെങ്കിലും തീരുമാനിക്കേ. ആട്ടെ, പാപ്പച്ചി എന്ത് പറയണു? ഇവക്ക് ചെലവിന് കൊടുക്കാനോ? ഞാനോ? ഞാൻ വെറും ഉണ്ണാക്കാനാണെന്നാണോ നിങ്ങൾ കരുതിയത്? ഒരു കുടുംബം ഞാൻ കാരണം വഴിയാധാരമാകാൻ സമ്മതിക്കത്തില്ല. അനുഭൂതി തഴുകി ആദ്യവർഷമേഘം. ആത്മാവിലെഴുതി ഭാ